മതമല്ല പ്രശ്നം, മനുഷ്യനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് ഈ സിനിമ നൽകുന്ന ഒരു മെസ്സേജ്. കൊള്ളാം, നല്ല മെസ്സേജ്. പക്ഷേ 'ബട്ട്വാര 1947' എന്ന് പറയുന്ന ഈ സിനിമ തരുന്ന ആ മെസ്സേജ് ശരിയാണോ? മതമാണോ പ്രശ്നം? മനുഷ്യനാണോ പ്രശ്നം? അതോ മനുഷ്യനുണ്ടാക്കിയ മതമാണോ പ്രശ്നം? ഈ മതം ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ? അല്ലാതെ എക്സ്ട്രാ ടെറസ്ട്രിയലൊന്നും വന്ന് ഇറങ്ങി തന്നേന്നും അല്ലല്ലോ. മനുഷ്യൻ മനുഷ്യന്റെ തലയില് ഉദിച്ചുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ ഈ നമ്മുടെ പുസ്തകത്തിലും ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും എല്ലാം മനുഷ്യനുണ്ടാക്കിയത് തന്നെയാ. അല്ലാതെ അവിടെ വേറൊരാൾ വന്നിട്ടുണ്ടെന്ന് ഒരു തെളിവുമില്ല. ഇത് തെളിവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം തന്നെ കാണിച്ചു തരുന്ന അവസ്ഥയാണ് ഈ മതവാദികളൊക്കെ പറയുന്നത്. അപ്പോൾ മതമല്ല പ്രശ്നം, മനുഷ്യരാണ് പ്രശ്നം ഉണ്ടാക്കുന്ന ഐഡിയോളജിയോട് എനിക്ക് താല്പര്യമില്ല. സൊസൈറ്റിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ എല്ലായിടത്തും പ്രശ്നക്കാരുണ്ട്. അതിനകത്ത് നമ്മൾ പ്രശ്നക്കാരല്ല, അവർ പ്രശ്നക്കാരല്ല, അല്ലെങ്കിൽ അവർ പ്രശ്നക്കാരാണ്, ഞങ്ങൾ പ്രശ്നക്കാരല്ല, ഈ ഞങ്ങൾ പ്രശ്നക്കാരാണ്, അവർ പ്രശ്നക്കാരല്ല എന്നുള്ള പറയുന്ന സാധനമൊന്നുമില്ല. എല്ലായിടത്തും പ്രശ്നമുണ്ട്, എല്ലായിടത്തും നല്ലതുമുണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു എന്താ പറയുക, ഓൾഡ് ഫാഷൻഡ്, ഒരു ഒരു പുതുമയൊന്നും ഇല്ലാത്ത ഒരു 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 രസമൊന്നുമില്ല. ഒരു നോർമൽ ഒരു പടം. ഇപ്പോൾ ഇമോഷണൽ സീനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കണക്റ്റ് ആവത്തൊന്നുമില്ല. എനിക്ക് കണക്റ്റ് ആയില്ല. അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള ഒരു 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 രോമാഞ്ചമൊക്കെ വരുന്ന സീനൊക്കെ കാണിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ഈ 'ബട്ട്വാര 1947' എന്ന് പറയുന്ന ഒരു സിനിമ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ, പാകിസ്ഥാൻ ആ പാർട്ടീഷനില്ലേ, നമ്മുടെ ഇന്ത്യ രണ്ടായിട്ട് വിഭജിച്ച ആ പാർട്ടീഷൻ, മതത്തിൻ്റെ പേരിൽ വിഭജിച്ച ആ പാർട്ടീഷനെ പറ്റി പറയുന്നൊരു കഥയാണ്. ഇവിടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് മുസ്ലിങ്ങൾ പോകുന്നു. അവിടെ ചെന്നിട്ട് അവർക്കുണ്ടാവുന്ന കോൺഫ്ലിക്റ്റ്, അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വീട് കിട്ടുന്നില്ല. അവസാനം വീട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാൻ നേരത്ത് അവിടെയാണെങ്കിൽ ഒരു ഹിന്ദു, ഒരു ലേഡി, ഒരു ഓൾഡ് അമ്മുമ്മ അവിടെ ഉണ്ട്. പുള്ളിക്കാരിയെ തുരത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു സ്റ്റോറിയാണിത്. പക്ഷേ ആ പുള്ളിക്കാരിയായിട്ട് അറ്റാച്ച്ഡ് ആവുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റോറിയാണിത്. കൊള്ളാം, ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ത്രെഡാണ്, നല്ലൊരു കഥയാണ്. പക്ഷേ അതെടുത്ത് വെച്ചിരിക്കുന്ന രീതി ശോകമായിപ്പോയി. പിന്നെ പടം തരുന്ന മെസ്സേജ് മതമല്ല പ്രശ്നം, മനുഷ്യനാണ് പ്രശ്നം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മനുഷ്യനുണ്ടാക്കിയ മതവും പ്രശ്നമാണ്, മനുഷ്യനും പ്രശ്നമാണ്. മതം വേണ്ട, മനുഷ്യന് മതം വേണ്ട. സത്യം പറഞ്ഞാൽ മതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ മതം എന്ന് പറയുന്ന സാധനം തന്നെ ഭയങ്കര വിഷയമാണ്. അത് ഏത് മതമാണെങ്കിലും, ഇനി എന്ത് മതമാണെങ്കിൽ തന്നെയും അത് വിഷയമാണ്. ഓക്കെ. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ സെക്യുലറിസം തകരും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ് സെക്യുലറിസം ഒന്നും തകർക്കുന്നില്ല. പിന്നെ ഈ സിനിമയിലെ കഥാപാത്രത്തിലേക്ക് വരാം. സണ്ണി ഡിയോൾ. സണ്ണി ഡിയോളിൻ്റെ അഭിനയം, ഈ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ഒരു അഭിനയ പെർഫോമൻസും ഒക്കെയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ അതിനകത്ത് പടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന വേറെ ഫാക്ടർ അവിടെ ഇല്ല. വേറെ ഒന്നും ഇല്ല. പിന്നെ സണ്ണി ഡിയോളിൻ്റെ മോൻ കരൺ ഡിയോൾ, പുള്ളിയുണ്ട്. പുള്ളിയുടെ അഭിനയം എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഒരു ബേബി ആക്ടിങ് ആയിരുന്നു. അതിനകത്ത് ചെറിയ ഇടയ്ക്ക് ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങ് ദഹിച്ചില്ല ആ ഒരു സാധനം. ഒരു ബേബി വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു മുട്ടയിൽ നിന്ന് ഇരിഞ്ഞിട്ട് വന്ന് നിന്നിട്ട് ഭയങ്കര കലിപ്പ് കാണിക്കുന്നത്. എനിക്കത് കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് ശോകമായിട്ടാണ് തോന്നിയത്, സത്യം പറയാമല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ആ സിറ്റുവേഷനിൽ പുള്ളി ഓടുന്നത് കാണിച്ചാൽ, തിരിഞ്ഞ് ഓടുന്ന, അറ്റാക്ക് ചെയ്ത് തിരിഞ്ഞ് ഓടുന്നത് കാണിച്ചാൽ അതിനൊരു ഒരു ആക്ടിങ്, എന്താ പറയുക, ഒരു 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 സാധനം ഉണ്ടായിരുന്നു, ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ജീവൻ ഉണ്ടായിരുന്നു. ഇതൊരുമാതിരി എന്തുവാടേ ഇത്. പുള്ളി അങ്ങ് ഒരുമാതിരി ട്രാൻസ്ഫോർമേഷൻ അങ്ങ് കണ്ടിട്ട് ഞാൻ തെറ്റ് ഒന്ന് തിരുത്തി നല്ലവനാവാൻ തീരുമാനിച്ചു, ഞാൻ ഇനി ഇതൊന്നുണ്ടാകുന്ന പറഞ്ഞാൽ അടി അങ്ങ് തുടങ്ങുക. പിന്നെ നായിക പ്രീതി സിൻഡയുടെ എക്സ്പ്രഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സാധനം ഉണ്ടല്ലോ, നുണക്കുഴി കാണിക്കുക എന്നുള്ള സെറ്റപ്പ്. ആ നുണക്കുഴി കാണിപ്പ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയ എനിക്ക് ആ ഒരു സംഭവം തോന്നിയില്ല. പിന്നെ പുള്ളിക്കാരിയുടെ ഫേസ് പഴയ പോലെ എക്സ്പ്രഷനൊന്നും വരുന്നില്ലെന്നാണ് തോന്നുന്നത്. ഈ ഫേസ് ലിഫ്റ്റും ബോട്ടോക്സ് ഒക്കെ ചെയ്ത് മുഖത്തിന് ഇങ്ങനെ വെച്ചിട്ടേ അത് ആ ഒരു പഴയ ഒരു ചാമൊന്നും ഇല്ല. പുള്ളിക്കാരിക്ക് നുണക്കുഴി കാണിക്കുന്ന സെറ്റപ്പ് തന്നെ പഴയ. അതിനകത്ത് വലിയ പുള്ളിക്കാരിയുടെ ആക്ടിംഗ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിനകത്ത് ആ ഗ്രാനിയായിട്ട് അമ്മൂമ്മയായിട്ട് വന്ന പുള്ളിക്കാരി, എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരിയുടെ അഭിനയം കൊള്ളാം. പുള്ളിക്കാരി ഈ ഈ സിനിമയിൽ മിസ്ഫിറ്റ് ആണെന്ന് എനിക്ക് തോന്നി. ഇത്രയും ശോകമായിട്ട് എടുത്തു വെച്ച പടത്തിനകത്ത് അതിനകത്ത് പോരാ, ഒട്ടും പോരാ. എനിക്ക് സത്യം പറയാലോ, എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്വാതന്ത്ര്യദിനമായിട്ട് ഇങ്ങനൊരു പടം കാണാൻ പോകാമെന്ന് ഞാൻ ട്രെയിലർ പോലും കണ്ടില്ല. അതിൻ്റെ ഒരു പോസ്റ്ററും കാര്യം കണ്ടപ്പോൾ ഓക്കെ, നോക്കാം. ഞാൻ ഹിന്ദി പടങ്ങളിലൊന്നും എക്സ്പോഷറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നത്. എനിക്കത് കണ്ടിട്ട് എനിക്ക് വലിയ സംഭവമൊന്നും തോന്നിയില്ല. പിന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന സന്തോഷ് ശിവനാണ്. വലിയ സിനിമാറ്റോഗ്രാഫി ഒന്നും ഇല്ല. എനിക്കങ്ങോട്ട് സുഖമായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പോൾ പുള്ളിയുടെ തന്നെ അനന്തഭദ്ര ഉറുമിയൊക്കെ ചെയ്തിട്ട് ജാക്ക് ആൻഡ് ജിൽ ചെയ്തുകൊണ്ട് കുളമാക്കിയ മനുഷ്യനാണ് ഈ പുള്ളിക്കാരൻ. ഈ സന്തോഷ് ശിവന് നല്ല സിനിമാറ്റോഗ്രാഫി കേപ്പബിലിറ്റിയും ഡയറക്ഷൻ കേപ്പബിലിറ്റിയൊക്കെ ഉള്ള മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അയാളൊക്കെ ഇതിനകത്ത് എങ്ങനെ വരുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പുള്ളിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ലെന്നേ. നോർമൽ ഒരു ക്യാമറാമാൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഇത് പുള്ളിയെപ്പോലെ കഴിവുള്ള മനുഷ്യൻ വന്നിട്ട് ഇവിടെ ഇത് ചെയ്തപ്പോൾ എനിക്കത് പുള്ളിയുടെ എന്തെങ്കിലും ഒരു സിഗ്നേച്ചറൊക്കെ വേണ്ടേ? ഇതൊന്നുമില്ല. നോർമലായിട്ടൊരു ക്യാമറ എവിടെ കൊണ്ട് വെക്കുന്നു, ഇവരൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടങ്ങ് പോകുന്നു.
അത്രേ ഉള്ളൂ. ഇമോഷൻ സീനൊന്നും അത്ര വലിയ ക്യാപ്ചർ ചെയ്യാനൊന്നും ഇവിടെ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ സന്തോഷ് ശിവനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പുള്ളിയുടെ ബ്രദർ സംഗീത് ശിവൻ, യോധ, നിർണയം, ഗാന്ധർവം എന്നുള്ള സിനിമയൊക്കെ എടുത്ത നമ്മുടെ സംഗീത് ശിവൻ പുള്ളിയുടെ ബ്രദറാണ്. ഇവർ അടിപൊളിയാണ്. അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പൊളിയാണ്. പിന്നെ ഒരു പുള്ളിയുണ്ട്, പിന്നെ ഒരു ബ്രദറും കൂടെ ഉണ്ട്, സഞ്ജീവ് ശിവൻ എന്ന് പറഞ്ഞിട്ട്. ഈ പുള്ളിയുടെ ഒരു പടമുണ്ട്, എന്താ അപരിചിതൻ. ഇവിടെ മമ്മൂട്ടി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടം കേട്ടോ. ഇവരൊക്കെ ഈ 3 പേരും ചേർന്ന് നിന്നൊരു പടം കിടിലനായിട്ട് ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു ആഗ്രഹമുണ്ട്. ഇവരുടെയൊക്കെ കഴിവൊക്കെ പുറത്തെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവരണം. അല്ലാതെ ഇങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ പാർട്ടായിട്ട് ഇവരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഒരുപാട് ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇവരൊന്നും ഇവരുടെ കേപ്പബിലിറ്റീസിൻ്റെ പുറത്തൊന്നും ഒന്നും പുറത്തെടുത്തിട്ടില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അനന്തഭദ്രമൊക്കെ നോക്കിക്കേ, എന്ത് കിടിലനായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉറുമി നല്ല രീതിയിലാണ് ചെയ്തു വെച്ചത്. അന്നത് വലിയ അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഉറുമി എടുത്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു രീതി, വിഷ്വൽ ബ്യൂട്ടി അത് കൊള്ളാമെന്ന് എനിക്കും തോന്നുന്നുണ്ട്, എല്ലാവർക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഒരുമിച്ച് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ ഇതേപോലെയുള്ള സിനിമകൾ കൊണ്ടുവന്ന് തലവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നല്ലൊരു പടം കൊണ്ടുവന്നിട്ട് നല്ല രീതിയിലാക്കാവുന്ന ഒരു പടം, ഒരു കഥ കൊണ്ടുവന്നിട്ട് ഈ ബട്ടുവാര എന്ന് പറയുന്ന സിനിമയിൽ അതിനെ എങ്ങനെയൊക്കെ ശോകമാക്കാമോ അങ്ങനെ ശോകമാക്കിയിട്ടുണ്ട്. ഒരു മീഡിയോക്കറായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് മ്യൂസിക് ചെയ്ത എ ആർ റഹ്മാനാന്ന് പറയുന്നത്. എനിക്ക് ഈ പുള്ളി ഇതിനകത്ത് എന്ത് തൊലിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി. ഒരു തേങ്ങയില്ല. ഒരു ഇമോഷൻ വരുന്നൊരു ട്രാക്കോ അല്ലെങ്കിൽ ഒരു ഇമോഷൻ വരുന്ന ഒരു മ്യൂസിക്കിനെ എലവേറ്റ് ചെയ്യുന്നത്, പക്ഷേ ഈ സിനിമ എലവേറ്റ് ചെയ്യുന്നത് മ്യൂസിക്കും ബിജിഎമ്മും കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ തന്നെ നമ്മൾ പോയി DC കണ്ടു നോക്കുക. ആ പടം ഈ അനിരുദ്ധിൻ്റെ ട്രാക്ക് ഇല്ലെങ്കിൽ അതൊരു ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അനിരുദ്ധിൻ്റെ മ്യൂസിക് അത് എലവേറ്റ് ചെയ്യുന്നൊരു ഒരു ലെവലുണ്ട്. ആ ലെവലിലൊന്നും നമ്മുടെ എ ആർ റഹ്മാൻ എന്താ പറയുക, എ ആർ റഹ്മാൻ്റെ പെട്ടിയിലെ ആയുധങ്ങളൊക്കെ തീർന്നോ? അസ്ത്രങ്ങളൊക്കെ തീർന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ അമീർ ഖാൻ പ്രൊഡക്ഷൻ്റെ കീഴിൽ വന്ന ബട്ടുവാര 1947 എനിക്കങ്ങട് ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയോ ഒരു പ്രൊപ്പഗാൻഡ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. ഒരുമാതിരി ശോകപ്പടം. ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല പോയി കാണണമെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.